വാർത്തയിലേക്ക് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ബഹുജന റാലി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല റാലിയുടെ ഭാഗമാകും. ഇതര സംസ്ഥാന തൊഴിലാളികളിലൂടെ പെരുമ്പാവൂരിൽ ശക്തമായിട്ടുള്ള മയക്കുമരുന്ന് ശൃംഖല തകർക്കുകയാണ് ലക്ഷ്യം. ആജ്ഞയുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ, ഈ അതിഥി തൊഴിലാളികൾ ഈ ലഹരി മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ കറങ്ങി നടക്കുന്ന ഒരു സ്ഥലവും കൂടിയായിട്ട് പെരുമ്പാവൂരിൽ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മുന്നേയും പല വാർത്തകൾ വന്നിട്ടുള്ളതാണ്. ഈ റാലി എപ്പോഴായിരിക്കും ആരംഭിക്കുന്നത് എന്നാണ് വിശദാംശം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ തന്നെ ശക്തമായ പരിപാടികളാണ് നടക്കുന്നത്. സർക്കാർ ഒരു ഇഞ്ച് പോലും ഇതിൽ നിന്നും പിന്നോട്ടില്ല. ഇത് ലഹരിയുടെ വേരറക്കുന്ന രീതിയിൽ വരെ അവസാനം വരെ സർക്കാർ ഇതുമായി മുന്നോട്ട് പോകുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാനത്ത് ആരംഭിക്കുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആദ്യം തന്നെ മുന്നോട്ട് വെച്ചൊരു പദ്ധതിയും കൂടിയാണ് ഓപ്പറേഷൻ തൂഫാൻ. അതിൻ്റെ ഭാഗമായി സിനിമാ താരങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ടവർ വരെ ഈ പദ്ധതിയുടെ ഭാഗമാവുന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ പെരുമ്പാവൂരിൽ ബഹുജന റാലി സംഘടിപ്പിക്കുന്നത്. ലഹരിയുടെ വേരറക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പല കേസുകളും പല ആളുകളെയും ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് നടപടികൾ ഉൾപ്പെടെ ഉള്ളത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശൃംഖല എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ട ഒരു സാധ്യതയും കൂടിയായിട്ടാണ് സർക്കാർ നീങ്ങുന്നത്. ആജ്ഞയുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ, റാലി ആരംഭിച്ചോ? എന്താണ് വിശദാംശം? ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടാണ് പെരുമ്പാവൂരിൽ ബഹുജന റാലി സംഘടിപ്പിക്കുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല റാലിയുടെ ഭാഗമാകും എന്ന് പറയുമ്പോൾ കേരള സംസ്ഥാനത്ത് പടർന്നുകൂടിയിരിക്കുന്ന മയക്കുമരുന്ന്, ഈ യുവാക്കൾക്കിടയിൽ ഉൾപ്പെടെ പടർന്നിരിക്കുന്ന മയക്കുമരുന്ന് വേരറക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പല പരിപാടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഇപ്പോഴിതാ ബഹുജന റാലിയും കൂടി സംഘടിപ്പിക്കപ്പെടുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളിലൂടെ പെരുമ്പാവൂരിൽ ശക്തമായിട്ടുള്ള മയക്കുമരുന്ന് ശൃംഖല തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വിദ്യാർത്ഥികളും പൊതുസമൂഹവും ഉൾപ്പെടെയുള്ള പല ആളുകളും ഈ റാലിയുടെ ഭാഗമാവുന്നുണ്ട്. ലഹരി മുക്ത പെരുമ്പാവൂർ എന്ന ബാനറും ഉണ്ട്. തൂഫാൻ ജാഗരൺ എന്നതും ആ ബാനറിൽ ശ്രദ്ധേയമായിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കാണാം. NCC വിദ്യാർത്ഥികളുണ്ട്, പല രീതിയിലുള്ള ആളുകൾ. ഹരി, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടുള്ള പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് അവിടുത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നാർക്കോട്ടിക് സബ്സ്റ്റൻസുകളൊക്കെ കണ്ടെത്തിയ സ്ഥിതിക്ക് 18 കോടിയുടെ നാർക്കോട്ടിക് സബ്സ്റ്റൻസുകളാണ് ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. അത്തരത്തിൽ വലിയ ഈ അളവിലുള്ള കഞ്ചാവ് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്ന സാഹചര്യത്തിൽ പെരുമ്പാവൂരിലെ അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ചാണ് ഓപ്പറേഷൻ തൂഫാന്റെ മറ്റ് ക്യാമ്പയിനുകളും അതിന്റെ മറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ തുടങ്ങാൻ ആഭ്യന്തരമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പെരുമ്പാവൂർ ബോയ്സ് ഹൈസ്കൂളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ SPC അല്ലെങ്കിൽ മറ്റു സ്കൂളുകളിലെ കുട്ടികൾ ഒക്കെയുള്ളവർ അണിനിരന്നിട്ടുണ്ട്, മാതാപിതാക്കൾ അണിനിരന്നിട്ടുണ്ട്, നാട്ടുകാർ അണിനിരന്നിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ച് ഒരു വലിയ പ്രശ്നമാണ് ഈ പെരുമ്പാവൂരിലെ അതിഥി തൊഴിലാളികൾക്കിടയിലുള്ള ലഹരി വിപണനവും വിൽപ്പനയും. അതിൽ നാട്ടുകാർ കൂടി പെടുന്നുണ്ട്, അല്ലെങ്കിൽ നാട്ടുകാരെ കൂടി ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇവരുടെ വിപണനങ്ങളൊക്കെ നടക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ പെരുമ്പാവൂരിൽ നിന്നും ഇതിനെ തുടച്ചു നീക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു വലിയ ക്യാമ്പയിൻ ഇവിടെ നിന്നും തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ എന്തായാലും അല്പസമയത്തിനുള്ളിൽ ആഭ്യന്തരമന്ത്രി ഇവിടേക്ക് എത്തും. ഇവിടെ നിന്നും റാലി ഒരു ഫൈനാൻസ് ഹാളിലേക്ക് പോവുകയാണ്. അവിടെയാണ് സമ്മേളനം ഉണ്ടാവുക. മാത്രമല്ല, ഭായ് കോളനി എന്ന് പറയുന്ന ഇവിടുത്തെ ബംഗാൾ സ്വദേശികൾ താമസിക്കുന്ന കോളനിയിലേക്ക് ആഭ്യന്തരമന്ത്രി എത്തുകയും ഇതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പയിൻ തുടങ്ങുകയും ചെയ്യും. അത്തരത്തിൽ ഇന്നലെ ആഭ്യന്തരമന്ത്രി എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഈ റാലിയിൽ ജോയിൻ ചെയ്യും, കുട്ടികളോടൊപ്പം ഈ റാലിയിൽ ജോയിൻ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആഭ്യന്തരമന്ത്രി സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഈ റാലി തുടങ്ങും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹരികൃഷ്ണൻ, ആഭ്യന്തരമന്ത്രി എത്തിയിരിക്കുന്നു. ബഹുജന റാലിയുടെ ഭാഗമായി പെരുമ്പാവൂരിലാണ് ഇന്ന് ഓപ്പറേഷൻ തൂഫാൻ ഭാഗമായിട്ട് ആഭ്യന്തരമന്ത്രി ഇന്ന് എത്തിയിരിക്കുന്നത്. ഭായ് കോളനി ഉൾപ്പെടെ സന്ദർശിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. നാട്ടുകാരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന ബഹുജന റാലിയാണ്. അവിടെയാണ് ഈ റാലി ഭായ് കോളനിയിൽ എത്തി ഇതര സംസ്ഥാന തൊഴിലാളികളുമായി മന്ത്രി നേരിട്ട് കണ്ട് സംസാരിക്കും എന്നുള്ള രീതിയിലേക്ക് മാറുന്നത്. പ്രത്യേകിച്ച് അവിടെ പിടികൂടുന്ന മയക്കുമരുന്ന് ശൃംഖല, ഇതെല്ലാം വാർത്തകളാവുന്നതാണ്.
ആഭ്യന്തരമന്ത്രി പ്രതികരിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. നമ്മളെല്ലാം പ്രിയപ്പെട്ട രമേശ് ഈ പ്രസിന്റെ ചോദ്യത്തിൽ എല്ലാവരും കുടുംബങ്ങളെ തകർക്കുമെന്നും എന്റെ രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സമായി മാറുമെന്നും എനിക്ക് ബോധ്യമുണ്ട്. എന്റെ പെരുമ്പാവൂർ അഭിമാനമാകാൻ ഞാനും പങ്കുചേരേണ്ടതുണ്ട്. ഇത് എനിക്ക് വേണ്ടിയും എന്റെ കുടുംബത്തിന് വേണ്ടിയും നല്ലൊരു സമൂഹത്തിന് വേണ്ടിയും ഞാൻ ചെയ്യേണ്ട ധർമ്മമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലഹരി വിമുക്തമായ പെരുമ്പാവൂരിനായി എനിക്ക് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്യും. എന്റെ നാടിനെയും സമൂഹ എനിക്ക് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്യും. എന്റെ നാടിനെയും സമൂഹത്തെയും ഈ ലഹരി വിപത്തിൽ നിന്ന് സംരക്ഷിക്കാൻ എന്നാലാവും വിധം ഞാൻ പരിശ്രമിക്കും. കേരള പോലീസിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ എന്ന ഈ നിർണായക പോരാട്ടത്തിൽ ഞാൻ ഒരു തൂഫാൻ വാരിയറായി പങ്കാളിയാകുന്നു. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മയക്കുമരുന്നുകളോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കയില്ലെന്നും ലഹരിയോട് വിട്ടുവീഴ്ചയില്ലാതെ നോ പറയുമെന്നും ഇതിനാൽ സത്യം ചെയ്യുന്നു. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് അവിടെ കൂടിയിരുന്ന ആളുകളോട് ഒപ്പം ഒരു പ്രതിജ്ഞ എന്ന പോലെ തന്നെ ലഹരിക്കെതിരെയുള്ള പോരാട്ടം, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി പ്രതിജ്ഞ ആഭ്യന്തരമന്ത്രി തന്നെ ചൊല്ലുന്നത്. ഏകദേശം 18 കോടി രൂപയുടെ നിരോധിത മയക്കുമരുന്നുകളാണ് പെരുമ്പാവൂരിൽ നിന്നും പിടിച്ചെടുത്തെന്നുള്ള ഔദ്യോഗിക കണക്കുകൾ ഉൾപ്പെടെ പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് പെരുമ്പാവൂരിൽ ഈ ബഹുജന റാലി നടക്കുന്നത്. അതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. അത്രയധികം ആളുകളുണ്ട്, കേഡറ്റ്സ് ഉണ്ട്, വിദ്യാർത്ഥികളുണ്ട്, പൊതുസമൂഹമുണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ ഒരു ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു ബഹുജന റാലി നടത്തുന്നത്. അതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ലഹരി വേരോടെ അറക്കുക, ഇനി ഉപയോഗിക്കില്ല എന്നുള്ള പ്രതിജ്ഞ ഉൾപ്പെടെ ആഭ്യന്തരമന്ത്രിയാണ് ചൊല്ലിയതും അവിടെ ഏറ്റുപറഞ്ഞ ആളുകളും ഉണ്ടായിരുന്നു. ഭായ് കോളനിയിലേക്ക് ഉൾപ്പെടെ സന്ദർശിക്കും. പ്രത്യേകിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ഈ ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂരിൽ ഇഷ്ടംപോലെ നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു നീക്കം ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതുകൂടി എടുത്തു പറയണം. ഭായ് കോളനി സന്ദർശിക്കും, അവരോട് നേരിട്ട് സംസാരിക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളുമായി മന്ത്രിയുടെ ഒരു നേരിട്ട് സംസാരം ഉണ്ടാകും. ആജ്ഞ ഒരു വലിയ ഇനീഷ്യേറ്റീവാണ്. ആ ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പെരുമ്പാവൂരിലെത്തുമ്പോൾ നമുക്ക് ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് പെരുമ്പാവൂരിൽ നിന്ന് മാത്രമായിട്ട് കിട്ടുന്ന ഔദ്യോഗിക കണക്കുകൾ. അതായത് ലഹരിയിൽ നിന്നും 18 കോടിയോളം രൂപ പിടിച്ചെടുത്തു എന്നുള്ള കണക്കുകൾ കൂടി വരുമ്പോഴാണല്ലോ ഇങ്ങനൊരു നീക്കം. ഭായ് കോളനിയിൽ എത്തിയതിനു ശേഷം ആഭ്യന്തരമന്ത്രിയുടെ നീക്കങ്ങൾ എങ്ങനെയാവും? സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും ശക്തമായ രീതിയിൽ മുന്നിട്ടിറങ്ങുമ്പോൾ അതിനൊരു മറ്റൊരു ചെക്ക് പോയിന്റ് പോലെ മറ്റൊരു ഫേസ് ആയിട്ട് വേണ്ട ഇത് കണക്കാക്കാൻ. തീർച്ചയായിട്ടും ഹരി, നമുക്ക് മനസ്സിലാവും 18 കോടിയുടെ ലഹരി സാധനങ്ങളാണ് പെരുമ്പാവൂരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇവിടെ നിന്ന് വേണം തുടങ്ങാൻ. ഒരു പക്ഷേ കേരളത്തിൽ മൊത്തം, അതായത് ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പിടിച്ചെടുത്തിട്ടുള്ള മുഴുവൻ ലഹരി വസ്തുക്കളും കൂട്ടിച്ചേർത്ത് വെച്ചാൽ അതിന്റെ പകുതിയോളം വരും പെരുമ്പാവൂരിൽ നിന്ന് മാത്രം പിടിച്ചതും കൊച്ചിയിൽ നിന്ന് മാത്രം പിടിച്ചതും എന്ന് വേണം. അങ്ങനെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വേണം ഇത് തുടങ്ങാൻ എന്നുള്ള തീരുമാനമാണ് നിലവിലുള്ളത്. അതിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി ഇവിടുത്തെ ക്യാമ്പയിൻ നടത്തുന്നതും. ഇവിടുത്തെ അതിഥി തൊഴിലാളികളുടെ കോളനികൾ സന്ദർശിക്കുകയും കോളനിയിൽ സന്ദർശിച്ച്
അവരോട് അതുമായി ബന്ധപ്പെട്ടുള്ള അതായത് ക്യാമ്പയിൻ നടത്തുകയും ആ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുകയും അവരെ തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തുക. ഇതിന്റെ ഉപയോഗത്തിന്റെയോ അതല്ലെങ്കിൽ ഇവരുടെ ഭാവിയിൽ കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയോ ഇവിടുത്തെ യുവത്തെ ആക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളെ പറ്റിയോ ഒക്കെ പ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ നിന്നും എത്തുന്നതിന് ഈ ആദ്യഘട്ടത്തിൽ ഇവിടെ നിന്നും തുടങ്ങുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നും റാലി ഇവിടെ നേരെ നമ്മുടെ ഫൈനാൻസ് ഹാളിലേക്ക് പോകും. അവിടെ സമ്മേളനത്തിൽ വലിയ ആൾക്കൂട്ടമാണ്, വലിയൊരു വിധത്തിലാണ് അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. ആ ഒരു സാഹചര്യത്തിൽ ഇത് അനിവാര്യതയാണ് പെരുമ്പാവൂരിൽ നിന്നും തുടങ്ങുക എന്നുള്ളത്. അതായത് ലഹരിയുടെ വേരിറക്കുക എന്നുള്ളതാണ്. ശരി, അത് വ്യക്തമാണ്. പ്രത്യേകിച്ച് പെരുമ്പാവൂരിൽ ഉൾപ്പെടെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ വല്ലാതെ കൂടി നിൽക്കുന്ന ഒരു സ്ഥലവുമാണ്. അവിടെയാണ് ഇതിൻ്റെ ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പോലും പല കേസുകളുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു മാസക്കാലം ഏകദേശം 5500ഓളം കേസുകളാണ് ഇതിനോടകം തന്നെ സംസ്ഥാന വ്യാപകമായി തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ പെരുമ്പാവൂരിൽ തന്നെ എടുത്തു നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന കേസുകളും അവിടെയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എടുത്തു നോക്കുമ്പോഴാണ് ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി ഒരു പ്രതിജ്ഞ എന്ന രീതിയിൽ തന്നെ ലഹരിക്കെതിരെ നമ്മുടെ പോരാട്ടം തുടരും, ഇനി ഉപയോഗിക്കില്ല എന്നുള്ള തരത്തിൽ പറയുകയും അത് ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടെ കൂടി നിന്ന ആളുകളും ഈ റാലിയിൽ പങ്കെടുക്കുന്നവരുൾപ്പെടെ അത് ഏറ്റുപറയുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ലഹരിക്കെതിരെ ഇപ്പോൾ ഈ സർക്കാർ അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തല കൈയെടുത്തതിന് ശേഷം ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതി കൊണ്ടുവരികയും അതിനുശേഷം ഉണ്ടായിരിക്കുന്ന കേസുകളുടെ എണ്ണവും ഇപ്പോഴും അത് തുടരുന്ന സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ്, ഷോക്കിംഗ് ആണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ പാർക്കുന്ന ഇടം. അവിടെ തന്നെ ഏറ്റവും കൂടുതൽ ലഹരികൾ വാങ്ങുകയും വിൽക്കുകയും അതൊക്കെ